കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജഗദീപ് അങ്ങനെ സുസ്മിതയോട് പറയണേ, സുസ്മിതേ ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട, നീ അകത്തേക്ക് ചെല്ല്, ഞാൻ പിന്നാലെ വരാം. അങ്ങനെ സുസ്മിത അകത്തേക്ക് പോകുവാണ്. ഈ സമയം ജഗദീപ് അവരോട് പറയണേ, അതെ ഇന്നത്തെ ജോലി ഇത്ര മതി, എല്ലാവർക്കും പറഞ്ഞതുപോലെ 500 രൂപയും പൈൻറ്റും പോത്തിറച്ചിയും കിട്ടും, അതെല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. എന്നിട്ടതിൽ ഒരാളെ പിടിച്ചു നിർത്തി ജഗദീപ് പറയണേ, ഞാൻ പഠിപ്പിച്ചെന്ന ഡയലോഗിന് പകരം തോമാച്ചൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തനിക്ക് പൈൻറ്റില്ല, എന്നാ അപ്പോൾ ശരി. അങ്ങനെ പറഞ്ഞ് ജഗദീപ് അകത്തേക്ക് കയറിപ്പോകുവാണ്. അങ്ങനെ സുസ്മിതയും ജഗദീപും കളക്ടറെ കാണാനായിട്ട് കളക്ടറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴായിരിക്കും അവിടെ ഇരിക്കുന്ന ഭാമേനെയും അർജുനെയും കാണുന്നത്. അങ്ങനെ അവരെ കാണുന്ന സുസ്മിത ഉച്ചഭാവത്തോടെ ഭാമയെ നോക്കിയിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ആ സമയം കളക്ടറുടെ പേഴ്സണൽ സെക്രട്ടറി അങ്ങോട്ടേക്ക് ഓടി വരിക. മാഡം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ലല്ലോ, അപ്പോയിൻമെൻറ്റ് എടുക്കാത്ത ആരെയും കടത്തി വിടണ്ടെന്നാണ് കളക്ടർ സാർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം സുസ്മിത പറയണേ, അതിന് ജോൺ അബ്രഹാം തന്നെയല്ലേ കളക്ടർ, അപ്പോൾ ആരെയും എന്ന് പറഞ്ഞതിൽ ഞാൻ പെടില്ല, ഇതേ സുസ്മിതയാണ് സ്ഥലത്തെ മേയർ. അത് കേൾക്കുന്നതും ഭാമയും അർജുനും ഒന്ന് ഷോക്കാകുവാണ്. ഈ സമയം ഭാമ വന്നപ്പോൾ കാർ അവിടെ നിന്ന് മാറ്റിയിടാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞല്ലോ, മേയറുടെ കാർ വരാനുണ്ട്, അതുകൊണ്ട് ഇവിടെ കാറൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഭാമ ഇങ്ങനെ ഓർക്കുവാണ്. ഈ സമയം സുസ്മിത ആ പെൺകുട്ടിയോട് പറയണേ, പിന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പലിശപ്പണം വാങ്ങി തിന്നുകൊഴുത്ത മൂട്ടല്ല ഈ സുസ്മിത, ജനങ്ങൾ തിരഞ്ഞെടുത്തതായെന്നെ, അതുകൊണ്ട് എനിക്ക് കളക്ടറെ കാണാൻ ചിലരെയൊക്കെ പോലെ ഇവിടെ കാത്തുകെട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് സുസ്മിത ഭാമയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം അർജുൻ പറയണേ, കണ്ടില്ലേ അവൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ സത്യാമേ, തിരിച്ച് നമ്മൾ 2 വാക്ക് പറയാതിരുന്നത് മോശമായിപ്പോയി. അന്നേരം ഭാമ പറയണേ, തൽക്കാലം ഇപ്പോൾ ഒന്നും പറയണ്ട, പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ സമയം തീരെ ശരിയല്ല. ഈ സമയം ആ പെൺകുട്ടി പറയണേ, സത്യാമേ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങളിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കളക്ടറിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്നേരം ഭാമ ചോദിക്കണേ, അതെന്താ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. ആ സമയം ആ കുട്ടി പറയണേ, കളക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ എങ്കിലും അത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. നിങ്ങളെ കാത്തിരുത്തി ഇവിടെ ഇരുന്ന് മുഷിപ്പിക്കണം, അത് തന്നെയായിരിക്കും കളക്ടർ സാറിൻ്റെ മനസ്സിലിരിപ്പ്. ഇപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് പോലും ഇല്ലാതെ ചിലരെയൊക്കെ കയറ്റിവിട്ടത് കണ്ടില്ലേ. ഈ സമയം അർജുൻ പറയണേ, സത്യാമേ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഞാൻ കയറി അകത്തേക്ക് ചെല്ലാം, ഒരു അഡ്വക്കേറ്റല്ല ഞാൻ, ആ നിലയ്ക്ക് എനിക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റും. അന്നേരം ഭാമ അർജുൻ തടയണേ, വേണ്ട അർജുൻ, നമ്മുടെ സമയം ഇപ്പോൾ ശരിയല്ല, മോശ സമയത്ത് ദൈവങ്ങൾ പോലും ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാറില്ലേ. അന്നേരം അർജുൻ പറയണേ, എന്നാലും ഇവൻ മാത്രം ഒരു IAS ആയിട്ടുള്ളൂ, IASൻ്റെ വില എന്താണെന്ന് അറിയില്ല ഇവന്. ഈ സമയം ഭാമ പണ്ട് ശാലിനിയെ കൊണ്ട് IAS എന്ന മോഹം ഉപേക്ഷിച്ചുകൊണ്ട് ശപഥം ചെയ്യിച്ചല്ലോ, ആ ഒരു കാര്യം സങ്കടത്തോടെ ഭാമ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഭാമ അർജുനോട് പറയണേ, തൽക്കാലം നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാം. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ ആ പെൺകുട്ടി പറയണേ, സത്യാമ്മേ എന്നെ സത്യാമ്മക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, എൻ്റെ അച്ഛൻ സത്യാമ്മയോട് എൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി കാണാൻ വന്നിരുന്നു. സത്യാമ്മയുടെ റെക്കമെൻഡേഷനല്ല എനിക്ക് ആദ്യം ജോലി കിട്ടിയത്, ആദ്യം അത് താൽക്കാലികമായിരുന്നു, ഇപ്പം പെർമനൻ്റായി. കഴിഞ്ഞ മാസം ആദ്യത്തെ സാലറി കിട്ടി. സത്യാമ്മയോടുള്ള നന്ദിയും കടപ്പാടും എന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്നേരം സത്യഭാമ പറയണേ, മോളെ നീ പഠിച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്, നമ്മളെ സഹായിച്ചവരെയും നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തവരെയും നമ്മളങ്ങ് മറന്നു കളഞ്ഞേക്കണം. ചതിയുടെയും വഞ്ചനയുടെയും ലോകം ഇത്, വിജയിക്കുന്നവർക്കൊപ്പം വേണം നിൽക്കാൻ, എന്നാലേ നിന്റെ ജീവിതത്തിലും വിജയം ഉണ്ടാകൂ. അങ്ങനെ പറഞ്ഞ ഭാമയും അർജുനും അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ ഭാമയും അർജുനും പുറത്തെത്തുമ്പോൾ അർജുൻ ഡ്രൈവറെ വിളിച്ച് കാറ് ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറയുവാണ്. ഈ സമയം ഭാമ അവിടെ നോക്കുമ്പോൾ മേയറിൻ്റെ കാറ് കിടക്കുന്നത് കൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ആ കാറിലേക്ക് നോക്കുക, എന്നിട്ട് ആ വെയിലത്തോടെ നടക്കുവാണ്. അപ്പോൾ അർജുൻ തടഞ്ഞുകൊണ്ട് പറയണേ, സത്യാമ്മേ അവൻ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരും. അന്നേരം ഭാമ പറയണേ, വേണ്ട, ഈ വെയിൽ കൊണ്ടൊന്നും തളർന്നു പോകുന്ന ആളല്ലേ ഈ സത്യഭാമ. അങ്ങനെ പറഞ്ഞ് ആ വെയിലത്തോടെ നടന്ന് വണ്ടിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. ഇതേ സമയം കളക്ടറുടെ ഓഫീസിൻ്റെ ഉള്ളിലിരിക്കുന്ന സുസ്മിതനെയും ജഗദീപിനെയും കാണുന്നത്. ജഗദീപാണെങ്കിൽ കളക്ടറിൻ്റെ മുമ്പിൽ ഭയങ്കര അധികാരഭാവത്തോടെ ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ജോൺ അബ്രഹാമിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ജോൺ സുസ്മിതയോട് പറയണേ, സുസ്മിതേ ഇയാളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുമോ. അന്നേരം സുസ്മിത പറയണേ, ജോൺ തനിക്ക് ഇയാളെ ഇത്തിരി നേരം പോലും സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഇയാളെയൊക്കെ ജീവിതകാലം മുഴുവൻ സഹിക്കുന്ന എൻ്റെ കാര്യം പറയാനുണ്ടോ, അവിടെ പുറത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടില്ലേ. അന്നേരം ജോൺ പറയണേ, കണ്ടിരുന്നു, കുറച്ചു നേരം അവിടെ കാത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയെല്ലാം കാര്യങ്ങൾ നടന്നില്ലേ, സുസ്മിതയ്ക്ക് സന്തോഷമായില്ലേ. അന്നേരം ജഗദീപ് പറയണേ, അതൊക്കെ സന്തോഷമായി, അതിനുവേണ്ടി താൻ ഞങ്ങളുടെ നിന്ന് കുറേ പൈസയും മുടങ്ങിയിട്ടുണ്ടല്ലോ. അന്നേരം ജോൺ പറയണേ, സുസ്മിത ഇയാളുടെ ഈ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഇയാളോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുമോ, നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാം. അന്നേരം ജഗദീപ് പറയണേ, ബാക്കി എന്താ, ഇത് ചെയ്തതുപോലെ ഇനി സത്യഭാമയുടെ ഹോട്ടൽ, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സുകളും പൂട്ടിക്കണം. ആ സമയം ജോൺ പറയണേ, താൻ സംസാരിക്കണ്ട, ഞാനും സുസ്മിത തമ്മിലാണ് സംസാരിക്കുന്നത്. സുസ്മിതയോട് എന്നിട്ട് ഇനി എന്താ അടുത്ത പ്ലാനെന്ന് ചോദിക്കുക. അന്നേരം സുസ്മിത പറയണേ, ജഗദീപ് പറഞ്ഞാൽ തന്നെയാണ് ചെയ്യേണ്ടത്, ആ സത്യഭാമയുടെ എല്ലാ ബിസിനസ്സുകളും പൂട്ടിക്കണം, അവരെ പിച്ചച്ചട്ടി എടുപ്പിക്കണം. എന്താ അതിന് പറ്റുമോ തൻ്റെ ഈ IAS എന്ന് പറഞ്ഞാൽ 3 അക്ഷരത്തിന്.
ഈ സമയം ജഗതി പറയുന്നുണ്ട്, ഇന്നലെ കൂടി തൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഒരു കിഴങ്ങൻ കളക്ടറുണ്ട്, അയാളുടെ വായിലേക്ക് ഇനി എത്ര രൂപ ഇട്ട് കൊടുത്താലാ സത്യാമ്മയുടെ കുടുംബത്തെ തകർക്കാൻ പറ്റുവാന്ന് അങ്ങനെ സുസ്മിത പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ സുസ്മിത ഒന്ന് വല്ലാണ്ടാകുവാണ്. ആ സമയം കളക്ടർ ചോദിക്കണേ, സുസ്മിത അങ്ങനെ പറഞ്ഞോ? അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഈ സമയം ജഗദീപ് വീണ്ടും പറയണേ, ഇങ്ങനെയുള്ള കാശിന് ആർത്തി പിടിച്ച അവന്മാരെയൊക്കെ വല്ല പാണ്ടിലോറി ഇടിച്ച് ചാകേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത്. അന്നേരം സുസ്മിത പറയണേ, അതെ പാണ്ടിലോറി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമയം ജോൺ ചോദിക്കണേ, ഓഹോ അത് ശരി, അപ്പം അതിന് മുമ്പ് പറഞ്ഞതെല്ലാം സുസ്മിത എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. സുസ്മിത അങ്ങനെയൊക്കെ പറഞ്ഞെന്നറിഞ്ഞിട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ സത്യഭാമയെ കൊണ്ട് പിച്ചച്ചട്ടി അടിപ്പിക്കാൻ അതിനും IAS എന്ന് പറഞ്ഞാൽ എൻ്റെ പവർ ഉപയോഗിച്ച് പറ്റും. പക്ഷേ അതിനെനിക്ക് കുറച്ചുകൂടി പണം ആവശ്യമുണ്ട്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ പറഞ്ഞ കാര്യം സാധിക്കണം. ആ സത്യഭാമയും കുടുംബം പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങണം. അതൊക്കെ എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. എന്നിട്ട് സുസ്മിത അയാൾക്ക് ആവശ്യമുള്ള പണമൊക്കെ അയച്ചു കൊടുക്കണേ. പണം കിട്ടിയില്ലേ? അന്നേരം ഫോണിലെ മെസ്സേജ് നോക്കിയിട്ട് ജോൺ പറയണേ, കിട്ടി. ഇനി കണ്ടോ, സുസ്മിതയുടെ ആഗ്രഹങ്ങൾ നടന്നിരിക്കും. 24 മണിക്കൂറിൽ അതിനുള്ളിൽ സത്യഭാമ കുടുംബം തെരുവിലാകും. അങ്ങനെ അയാൾ പറയുന്നതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് സുസ്മിത. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഭാമേനെയും അർജുനെയുമാണ്. ഇതേസമയം രോഹിത്തിന് ഹോട്ടലിൽ നിന്നൊരു കോൾ വരുവാണ്, അവിടെ റെയ്ഡ് നടക്കുവാണെന്ന് പറഞ്ഞ്. അങ്ങനെ രോഹിത് ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ ഒരു സമയത്തായിരിക്കും ഭാമയും അർജുനും കൂടി അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ ഭാമയെ കാണുന്നതും പാപ്പയും മോൾ ഓടിച്ചെന്ന് ചോദിക്കണേ, മുത്തശ്ശി വല്യച്ഛൻ വന്നില്ലേ? വല്യച്ഛൻ എവിടെ മുത്തശ്ശി? എന്നിട്ട് അർജുൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലണേ, അങ്കിളല്ലേ പറഞ്ഞത് വല്യച്ഛൻ വരുമെന്ന്, എന്നിട്ട് എവിടെ? അന്നേരം അർജുൻ പറഞ്ഞേ, വല്യച്ഛൻ വരും മോളെ, ഉടനെ വരും. എന്നിട്ട് എന്താ ഇപ്പോൾ വരാത്തത്? നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് മോള് പ്രശ്നം ഉണ്ടാക്കുവാണ്. ആ സമയം ശ്യാമ പപ്പി മോളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേസമയം അർജുനും ഭാമയും അവിടെ വിഷമിച്ചിരിക്കുവാണ്. അന്നേരം രോഹിത് അർജുനെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം രാഘവൻ എന്തായി കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുവാണ്. കളക്ടറെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് അർജുൻ പറയുക. മാത്രമല്ല അവരാണെങ്കിൽ വിഷ്ണുവിനെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. 2 ദിവസത്തേക്ക് കോടതി ഉണ്ടാവില്ല. ആ സമയത്തിനുള്ളിൽ അവർ വിഷ്ണുവിൻ്റെ തലയിൽ എന്തൊക്കെ കേസുകളൊക്കെ ഇട്ട് ചവക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പോലും പറ്റില്ല. കോടതിയിൽ വെച്ച് ആ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തെ ആ ചന്ദ്രബോസിന് നമ്മളോടും വിഷ്ണുവിനോടും ഒക്കെ തീരാത്ത വൈരാഗ്യമുള്ളതാണ്. അയാൾ ഈ അവസരം ശരിക്കും മുതലെടുക്കും. ഇതേക്കുമ്പോൾ രാഘവൻ കസേരയിൽ നിന്ന് എണീറ്റിട്ട് പറയണേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മോനും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ തന്നെ കളത്തിലിറങ്ങാം. അന്നേരം രാഘവനെ തടഞ്ഞുകൊണ്ട് ഭാമ പറയണേ, വേണ്ട രാഘവേട്ടാ, ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇനി രാഘവേട്ടനും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ 2 കൈകളും തളർന്നതുപോലെയാകും. തൽക്കാലം നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെടുക്കാം. ഈ സമയം രോഹിത് പറയണേ, അതുമാത്രമല്ല സത്യാമ്മേ, നമ്മുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുവാണ്. അങ്ങനെ രോഹിത് പറയുന്ന ആ ഒരു വാക്കുകളും കൂടി കേട്ട് സത്യഭാമ ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്